ഒരുപാട് നേരം ഉറങ്ങിയാലും ഉറക്കം അങ്ങോട്ട് തീരാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഉറക്കക്ഷീണമാണ്. അത് മാറി വരുന്നേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ പട്ടുവിനെ കൊടുത്തു വിടുന്നത് ലെമൺ റൈസും പൊട്ടറ്റോ ഫ്രൈ തന്നെയാണ് കേട്ടോ. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് ആഴ്ചയിൽ നമുക്ക് 6 ദിവസം കൊടുത്തു വിടാനും പറ്റില്ലല്ലോ. എന്നാലും ഞാൻ ഇടവിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് കൊടുക്കും കേട്ടോ. ഇത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവൾ കഴിച്ചിട്ട് വരും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഒരു മനസ്സിനൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് എഗ് ദോശയാണ് ഉണ്ടാക്കി കൊടുത്തത്. നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പണികളൊക്കെ തട്ടിക്കൂട്ടി തീർത്ത് പോയി കിടക്കാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ എനിക്ക്. ഉറക്കം ഇങ്ങനെ നിൽക്കണ കാരണം ഒന്നും കാര്യമായിട്ട് കഴിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുട്ടയും പാലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വാനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതും ആഡ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കണേനാണ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയണത്. പിന്നെ ഇത്തിരി ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി പൊട്ടാറ്റോ കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങുമ്പോഴേക്കും കൃഷ്ണേട്ടൻ വന്നു കേട്ടോ. കൃഷ്ണേട്ടൻ ഇനി പൊങ്കലിന് നാട്ടിലേക്ക് പോവാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അമ്മയും കൃഷ്ണേട്ടനെയും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കി പണികളൊക്കെ തീർത്തും. പിന്നെ പട്ടുവിനെ ഒരുക്കി അവളെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം. കുറച്ച് ദിവസമായിട്ട് ഇപ്പം ചുണ്ടു രാവിലെ കഴിക്കണത് കാപ്പിയും ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അതായിരുന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വല്ലാട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടാറ്റോ നമ്മളിങ്ങനെ സ്ക്രാപ്പ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊരു 3-4 കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതോട് തീർത്തു. ചുണ്ട് നന്നായ പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അവളെ നേരത്തെ കുളിപ്പിക്കണോട് കൂടിയിട്ട് ഞാനും നേരത്തെ കുളിക്കും. ഇല്ലെങ്കിൽ ഒരു പിടി വലിയാണ് കേട്ടോ. കുളിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂണിഫോമൊക്കെ വേഗം ഇടുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. നല്ല കുട്ടിയായില്ലോ എൻ്റെ മോള്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ടാണ് കേട്ടോ ചുണ്ടുവിനെടുക്കാൻ വരുന്നത്. സ്കൂളിൽ വന്നിട്ട് അവളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഇന്ന് ഈവനിങ് ആയപ്പോൾ ചുണ്ടിൻ്റെ അടുത്ത് മസാല ദോശ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. സാധാരണ മസാല ദോശ ഉണ്ടാക്കി കൊടുത്താലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ പതിവില്ലാത്ത ഓരോരോ ആഗ്രഹങ്ങളും ശീലങ്ങളൊക്കെയാണ് കുട്ടിക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. എന്നിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്കൊരു റെഡ് ചട്നി ഉണ്ടാക്കി, പിന്നെ ഒരു മസാല ഉണ്ടാക്കി. റെഡ് ചട്നി ഉള്ളിൽ വെച്ചിട്ട് മസാല വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്യാണ്. പിന്നെ ഇന്ന് പട്ടുവിനെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ട്യൂഷൻ. ഒരു 6 മണി 6:30 ആകുമ്പോൾ ട്യൂഷന് കൊണ്ടുവന്ന് വിട്ടാൽ മതി എന്നാണ് മിസ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും നല്ല വിശപ്പ് കാണുമല്ലോ വിചാരിച്ചിട്ട് എല്ലാവർക്കും മസാല ദോശ ഉണ്ടാക്കുകയാണ് ഞാൻ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പട്ടുവിനെ ട്യൂഷനാക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ സ്ട്രീറ്റിലിട്ടിട്ടുള്ള സ്റ്റാറാണ് കേട്ടോ. ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ.
പട്ടുവിനെ ട്യൂഷന് വിട്ടിട്ട് ഞാനും ചുണ്ടും നേരെ പാർക്കിൽ പോയി, നമ്മുടെ കിട്ടു പാർക്കിൽ അങ്ങോട്ട് പോയി. അവിടെ ലഡും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഹാമറിലേക്ക് പോയി. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീം മേടിച്ചു. ഞങ്ങൾ 2 സ്കൂപ്പ് ബ്ലാക്ക് കറൻ്റാണ് കേട്ടോ മേടിച്ചത്. ഒരെണ്ണം തന്നെ സെയിം വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പട്ടും ചുണ്ടും കൂടി തല്ലൂടും. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കും ഒരേ ഫ്ലേവറാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു. തിരിച്ച് പോയിട്ട് പട്ടുവിന് കുറച്ച് നേരം എക്സാം ഉണ്ട്, അപ്പോൾ അത് പഠിപ്പിക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ പോന്നു. തമിഴ് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും നാളെ അവൾക്ക് തമിഴ് എക്സാം ആയതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവളെ പിടിച്ചിരുത്തിട്ടോ പഠിപ്പിക്കാനായിട്ട്. കൂടെ ഇരുന്നില്ലെങ്കിൽ അവൾ ഒട്ടും തൊട്ട് നോക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി നേരത്തെ കിടന്നു കേട്ടോ.